സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. നാളെ ഏപ്രിൽ 4 മുതലാണ് വിതരണം ആരംഭിക്കുക. 3 മാസത്തെ വിഹിതം ഒരുമിച്ച് നൽകാനായിരുന്നു കേന്ദ്ര നിർദ്ദേശമെങ്കിലും റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലപരിമിതി കണക്കിലെടുത്താണ് 2 മാസമായി ചുരുക്കിയത്. ഏപ്രിൽ മാസത്തെ വിഹിതത്തോടൊപ്പം മെയ് മാസത്തെ വിഹിതവും ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെ വാങ്ങാം. ജൂണിലെ വിഹിതം സ്റ്റോക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് നേരത്തെ വിതരണം ചെയ്യുന്നത് പരിഗണനയിലാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇന്ധന ലഭ്യത കുറഞ്ഞാൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായാണ് സർക്കാർ നടപടി. മഞ്ഞക്കാർഡിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 60 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായും 6 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡുള്ളവർ ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും. 4 അംഗങ്ങളുള്ള കാർഡിന് ഗോതമ്പിന് പകരം പരമാവധി 8 പാക്കറ്റ് ആട്ടയും അതിൽ കൂടുതൽ അംഗങ്ങളുള്ള കാർഡിന് ഓരോ അംഗത്തിനും അധികമായി 2 കിലോ ഗോതമ്പും ലഭിക്കും. നീല കാർഡിന് ഏപ്രിൽ മാസത്തെ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 4 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അധിക വിഹിതമായി 5 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. വെള്ളക്കാർഡിന് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 10 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. ക്ഷേമസ്ഥാപന അന്തേവാസികൾക്ക് കാർഡുള്ളവർക്ക് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് വാങ്ങിക്കാം. എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക. അതുപോലെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.